നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താത്തയാണ് എപ്പോഴും മൈലാഞ്ചി എല്ലാവർക്കും ഇട്ടത്. അപ്പം മൈലാഞ്ചി ഇട്ടാ? ഞാൻ മൈലാഞ്ചി ഇട്ടു. ചുട്ടല്ലേ? നീ എനിക്ക് ഉള്ളിലൂടാണ്ട് പുറത്തുവിടാണ്ട്. അത് ശരി. ഇന്റെ ആരാ മൈലാഞ്ചി ഇടണേ? ഇത് ഞങ്ങളെ വീട്ടിലത്തെ കുഞ്ഞി പത്തുമ്മേട്ടാ. കുറവായി. ഓ ചൊറുക്കുണ്ട് കേട്ടാ. ഒക്കെ എന്താ പറയാനുള്ളത് എന്റെ പ്രേക്ഷകരോട്? ഒത്തു പറയാല്ലേ? എന്നാലും ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഇന്നലത്തെ ബാക്കി വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ ഉച്ചക്ക് 4 മത്തിയൊക്കെ ഉള്ളതൊക്കെ ഒപ്പിച്ച് തോന്നാരും ഇല്ലാനല്ലോ. അങ്ങനെ ഒപ്പിച്ച് വൈകുന്നേരത്തേക്ക് 4 കഷ്ണം ചിക്കൻ പൊരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അതുപോലത്തെ രാത്രിക്കത്തെ വിശേഷങ്ങളാണ് ഇനി കാണാനുള്ളത് കേട്ടോ. മക്കളെല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇടുന്ന തിരക്കൊക്കെയാണ്. പിന്നെ ചെറുതായിട്ടൊരു പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ തോതിൽ കേട്ടോ. അത് ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്നെ കണ്ണൊട്ടിച്ച് കാണ്ടോല് പോയി വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നാളേക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കേട്ടോ. വലിയുള്ളി തൊലിക്കുക, വെളുത്തുള്ളി, ചീരുള്ളി, ഇഞ്ചി, ഇതൊക്കെ വിളിക്കുന്ന വിശേഷങ്ങൾ. പിന്നെ കുട്ടികൾ മൈലാഞ്ചിൻ്റെ വിശേഷങ്ങൾ, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വിശേഷങ്ങൾ അങ്ങനെ. പിന്നെ ഉള്ളിയാളൊക്കെ തൊലിച്ച് അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ കുറച്ച് നേരം പടക്കം പൊട്ടിക്കലുണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കണ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലെങ്ത്താണ്. 1 മണിക്കൂറുള്ള വീഡിയോ ആണ് ഞാൻ ഈ ഒരു 12 മിനിറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ അത് പോയി കാണുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ പടക്കം പൊട്ടിക്കണത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇത്രയൊക്കെ തന്നെ. പിന്നെ മസാല ഉണ്ടാക്കിച്ചാൽ പിന്നെ എല്ലാ പെരുന്നാൾക്കും അങ്ങനെ തന്നെ കാട്ടില്ല കേട്ടോ. ഉള്ളികളൊക്കെ തൊലിച്ചിക്കാണ്ട് എടുത്ത് വെച്ചിക്കാണ്ട് ഏതായാലും ചിക്കനെ കൊണ്ടുവരൂലേ. അപ്പോൾ രാത്രി മസാല ഉണ്ടാക്കി വെച്ചിക്കാണ്ടാണ് കിടക്കുക. പക്ഷെ ഇന്ന് ഞാൻ പായസത്തിനുള്ളതും കൂടി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പായസത്തിനുള്ള പാലൊക്കെ തിളപ്പിച്ച് സേമിയ വേവിച്ച് സാബുനരിയൊക്കെ വേവിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ റെഡിയാക്കിയാലും നേരം വെളുത്താലും ഒരു തിരക്കേ. കാരണം എനിക്കാണെങ്കിൽ ഒരു 8-8 ആകുമ്പോക്കിന് എല്ലാം കഴിയണം. അല്ലെങ്കിൽ ഒരു പിരാന്ത പോലെ പള്ളി കഴിഞ്ഞ് വരുമ്പോക്കിന് ചോറ് കൊത്തി ചോറ് തിന്നായിരിക്കണം. അപ്പോഴുള്ളൂ ഒരു രസം ഉണ്ടാവുക. പക്ഷെ ഇന്നത് സംഭവിച്ചില്ല കേട്ടോ. ഇന്നെന്താ വെച്ചാൽ ഓലാണ് ചോറ് കുത്തിയത്. സാധാരണ ഓല് വരുമ്പോൾ ഞാൻ ചോറ് കുത്തലുണ്ട്. അപ്പോൾ ഓല് വന്നപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓലോട് പറഞ്ഞു വേഗം ചോറ് കുത്തി കൂടിയാണ്. പിന്നെ ചോറൊക്കെ കുത്തി നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ചോറ് വന്നു. ഇന്നൊക്കെ കുട്ടികൾ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഓല് കുറേ കുത്തി വരച്ച് ഫുള്ളായിട്ടിടും. ഇന്ന് സിമ്പിളായിട്ടാണ്. ഓലൊക്കെ ഏതോ ഒരു ചാനലുണ്ട്, ആ ചാനലോ എന്താ ഒരു സംഭവം, അതിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് കാണ്ട് ഇട്ടതാണ് പോലും. അപ്പോൾ ഇത് ഞാൻ ചിക്കന് കായം പറ്റാനുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ചിക്കൻ കായം പറ്റുന്ന റെസിപ്പിയൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഞാൻ ചിക്കൻ കായം പറ്റില്ല എങ്ങനെയാ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടിയും പേസ്റ്റാക്കും. പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കോൺഫ്ലവറിൻ്റെ പൊടി ഇടും. കുറച്ച് മൈദപ്പൊടി ഇടും. മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ 65 മാതിരിയാവും. പിന്നെ മുട്ട ഞാൻ ഇതുവരെ ഒഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് റീനാണ് മുട്ട വാർന്ന് നോക്കി നല്ല രസക്കാരെന്നാണ്. അങ്ങനെ എന്നാൽ ആദ്യമായിട്ടാണ് കേട്ടോ മുട്ട കെട്ടുകാണ്ട് മസാല കൂട്ടുന്നത്. അങ്ങനെ ചിക്കൻ ഇവിടെ മസാല കൂട്ടിക്കാണ്ട് പിന്നെ ഫ്രിഡ്ജിക്കാണ് വെക്കും. പിന്നെ അങ്ങനെ വല്യുള്ളി കുറച്ചായിരുന്നു. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഇപ്പോൾ നേരം 10 ആയിക്കണം കേട്ടോ. രാത്രിയാണ് ഇപ്പോൾ ഇത് പരിപാടി. 10 കഴിഞ്ഞേക്കണം. അങ്ങനെ ചിക്കൻ മസാല ഇട്ട് പായസം അവിടെ കുറച്ച് റെഡിയാക്കി വെച്ചിക്കാണ്ട് പിന്നെ അതൊക്കെ മൂടി വെച്ചിക്കാണ്ട് പോയി കടന്നു. ചിക്കനും അതിലിട്ട് കാണ്ട് വെക്കും കേട്ടോ. അങ്ങനെ മസാല ഉണ്ടാക്കി വെച്ചാൽ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ചിക്കനിൽ ഇപ്പം മുളകൊക്കെ പിടിച്ച് ഒരു രാത്രി നിൽക്കല്ലേ. ഇപ്പം മുളകൊക്കെ പിടിച്ച് നല്ല രസമായിക്കാറ് കേട്ടോ. അപ്പോൾ അതങ്ങനെ മസാല സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇതിക്ക് ഇടുന്നതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഒക്കെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഈ വല്യുള്ളിയും തക്കാളിയും കൂടി വാടാൻ വെച്ച് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി ഇടും. പിന്നെ ഒരു ലേശം ചിക്കൻ മസാല ഇടും. അതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഇടൽ കേട്ടോ. പിന്നെ സുർക്കൊറ്റിച്ച മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ട് കാണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തിട്ടുള്ള വീഡിയോ കേട്ടോക്കളെ. നേരം വെളുത്ത് ഞാൻ കിച്ചണിക്ക് ഇറങ്ങി നോക്കുമ്പോൾ സാധാരണ അടുപ്പ് കത്തിക്കലില്ല. ചുള്ളലുണ്ട് എപ്പോഴെങ്കിലും കത്തിക്കൽ. ഇപ്പോൾ കത്തിച്ചിട്ട് കുറച്ച് കേൾക്കണ്ട. കാരണം മഴ പെയ്തുകാണ്ട് ചുള്ളൽ നനഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചുള്ളിൽ കത്തിക്കലില്ലായിരുന്നു. അപ്പം ഇന്ന് കത്തിക്കണ്ട. അപ്പോൾ അടുപ്പ് തുറന്ന് നോക്കുമ്പോൾ ഉള്ള കീസാൾ മുഴുവൻ അടുപ്പിലാണ്. അങ്ങനെ കീസാളൊക്കെ എടുത്തിച്ചിക്കാണ്ട് തീ എടുപ്പിക്കുകയാണ് രാവിലെ തന്നെ കേട്ടോ.
പള്ളിക്കന്ന് അങ്ങനെ തെക്കിബീർ ചെല്ലണതൊക്കെ ഇങ്ങോട്ട് കേൾക്കും. ഇത് പിന്നെ ഞാൻ ലെങ്ത്ത് കൂട്ടി വെച്ചായതുകൊണ്ട് അതൊക്കെ ഇതിൽ ഓൺ വോയിസൊക്കെ മിസ്സായി പോകും കേട്ടോ. പിന്നെ ഓൺ വോയിസിൽ കുട്ടികളവിടെ ഓരോന്ന് പറയണത് ഇതൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ അതൊരു ബോറായിക്കാരൻ എഴുതിയാണ്ട് ഓൺ വോയിസൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. അങ്ങനെ വേഗം ചോറ്റിനുള്ള വെള്ളം വെച്ചിക്കാണ്ട് പായസം റെഡിയാക്കാൻ നിന്ന്. പായസം പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ ഞാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു എല്ലാ കൊല്ലവും 2 പെരുന്നാൾക്കും മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് പായസം കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുപോയി കൊടുക്കണ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഓല് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞത് മറന്നു. ഞാൻ ഓലൊക്കെ ഓല് പോയിട്ടാണ് പിന്നെ എൻ്റെ പണിയൊക്കെ എടുക്കാൻ നിൽക്കല്. പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടല്ലോ, കുറച്ച് പണി ഉണ്ടെങ്കിലും അതൊക്കെ എടുക്കാൻ നിൽക്കല്. പക്ഷേങ്കിൽ ഓല് പോണ സമയത്ത് ഈ പള്ളിക്ക് പോണതൊക്കെ എടുത്തു. പക്ഷേങ്കിൽ ഈ പായസം കൊണ്ട് പോണത് ഞാൻ എടുക്കാൻ മറന്നു. ഞാൻ ഓല് വന്നപ്പോക്കിന് തന്നെ പായസം റെഡിയാക്കിക്കാണ്ട് കുടുക്കിയിൽ പറന്നുകാണ്ട് കൊടുക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ ടാപ്പ് കൊട്ടിച്ചിക്കാണ്ട് അങ്ങനെ വെക്കലാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് കഴിഞ്ഞില്ല. അപ്പോൾ ഓല് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി പണികളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിക്കാണ്ട് ആ പണി കഴിഞ്ഞിക്കാണ്ട് വേഗം കുടുക്കിക്ക് പറന്നുകാണ്ട് കപ്പ് കൊടുത്തുകാണ്ട് അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ വേറെ പണി ഉള്ളതുകൊണ്ട് ഞാനത് ശ്രദ്ധ വിട്ടു. അപ്പോൾ അതേതായാലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓല അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കാണ്ട് പാർന്നു കൊടുക്കണ ചെറിയൊരു വീഡിയോൻ്റെ ഒരു ഭാഗം കിട്ടിയിരിക്കണം കേട്ടോ. അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ രാവിലെ ചെറുത് സീയപ്പം പറയും, ചെറുത് ദോശ അറിയും. ഞങ്ങൾ അപ്പം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ അപ്പത്തിനായിട്ട് അപ്പം എന്ന് പറയണത്. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു ബിരിയാണിത്തെ മസാലകൾ ലേസം എടുത്ത് കൊണ്ടിമ്മ എനിക്ക് അപ്പം ചുട്ടേര് കൊണ്ട് ഞാനോ. അപ്പം അങ്ങനെ ഓനോറിനോനും അപ്പം ചൂടാൻ വേണ്ടിയിട്ട് അരി അരയ്ക്കാണ് കേട്ടോ. അരി അരച്ചിക്കാൻ അങ്ങനെ അപ്പം ചൂടുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പായസം നോക്കണോണ്ട്. പായസം എനിക്ക് കൂടുതൽ പണിയൊന്നുമില്ല. എനിക്ക് ഏലക്കായ കുത്തിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് മിൽക്ക് മേടൊക്കെ ഒഴിക്കാനുള്ളൂ. പായസം അങ്ങനെ തന്നെ. പായസം ഞാൻ ആദ്യം പാലിൽ സേമിയാണ് വേവിക്കും. സാബുനേരി ഞാൻ കുക്കറിൽ വേറെയാണ് വേവിക്കൽ. എന്നിട്ട് അത് നൂറ്റിക്കാണ്ട് തീക്കണം ഇടും. അങ്ങനെയാണ് കാട്ടൽ. പിന്നെ സേമിയ വന്നു കഴിഞ്ഞാൽ സാബുനേരി ഇട്ടാൽ മിൽക്ക് മേട് ഒഴിച്ച് രസം പഞ്ചസാര ഇട്ട് ഏലക്കായ അണ്ടി മുന്തിരി ഇടുക. അതിൻ്റെ പായസത്തിന് വരുന്നില്ല കേട്ടോ. പായസത്തിൻ്റെ പണി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഏതായാലും ചോറ്റിന് വെള്ളം വെച്ചും ചെയ്തിരിക്കണം. അപ്പം ചൂടുന്നതുകൊണ്ട് പായസം നേരാക്കണമുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ റിനുമോൾ നീച്ച് വന്നിരിക്കണം കേട്ടോ. മോള് പിന്നെ പെരുന്നാളിന് അന്ന് പിന്നെ വേഗം ഹെൽപ്പ് ചെയ്യാനൊക്കെ കിച്ചണിക്ക് വരും. ഞാൻ പിന്നെ കൂടുതൽ അങ്ങനെ ഉള്ളതേക്ക് ഉൾപ്പെടുത്തലില്ല. ഉപയോഗിക്കണതൊക്കെ അല്ലാത്ത പണിയൊക്കെ ഓളനെ എടുക്കൽ. അകടിച്ചേരലും തുടക്കലും മുറ്റടിച്ചേരലും അങ്ങനത്തെ പണിയൊക്കെ ഓളനായിട്ട് എടുക്കൽ. അപ്പോൾ പിന്നെ അതിനുള്ള അപ്പം ചൂടാനൊക്കെ കൂടാൻ വേണ്ടി വന്നീനു. അപ്പോൾ വന്നിട്ട് അപ്പം ചൂടണ്ട, എന്നാൽ പായസം അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ പായസം അവിടെ അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഓക്ക് പിന്നെ എൻ്റെ വീഡിയോയിൽ വരാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവളെ നിർബന്ധിക്കലുമില്ല. ഓല താല്പര്യത്തോടെ സന്തോഷത്തോടെ വരുമ്പോൾ അതൊരു വേറെ രസം അല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ എന്ന് പറഞ്ഞാലും ഒക്കെ പാടൊരു കപകുപയാണ് കേട്ടോ. ഒക്കെ അവിടെയും ഇവിടെയൊക്കെ പെരുന്ന് കിടക്കുകയാണ്. ഒക്കെ ഞാൻ അതൊക്കെ ശരിയാവും. അപ്പുറത്തൊക്കെ നമ്മൾ രാത്രി തന്നെ ഒക്കെ ശരിയാക്കി വെച്ചിരിക്കണം കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. ചെറിയനാൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഗസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ ഗസ്റ്റുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കുറേ ഉണ്ടാക്കൊന്നും വേണ്ട. ചെറിയനാൾക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂടുമില്ല. കാരണം ഫുള്ള് പണിയോട് പടി തിരക്കും. അങ്ങനെ അപ്പം ചുടലൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ചുടലൊക്കെ അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാൻ കണ്ടി മുന്തിരിയും വറുത്തിടാനുള്ളൂ. ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞേക്കണേ. അപ്പം ഞാൻ കണ്ടി മുന്തിരിയും വറുത്തിടണം. വീഡിയോ എടുക്കണത് പെരുന്നാൾ തലേന്നും പെരുന്നാളിൻ്റെ അന്നൊക്കെയാണ് കേട്ടോ. വോയിസ് കൊടുക്കണത് ഞാനിവിടെ എൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ കേട്ടോ. ഇവിടെ നിന്ന് തന്നെ വോയിസ് കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും റൂമിൽ പോയിരിക്കും. അപ്പോൾ പിന്നെ അവിടേക്ക് വേറെ ആരെങ്കിലും വരും. എന്നിട്ട് അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കല്ലേ എന്ന് പറയാനും വെച്ചല്ലോ. അങ്ങനെ ആയിട്ട് ആകെ പെട്ടൊരു ദിവസമാണ് കേട്ടോ. ഇവിടെ വീഡിയോക്ക് വോയിസ് കൊടുക്കുക മാത്രമല്ല ഇവിടുന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ തന്നെ പറയണം. ഇവിടെ നെറ്റും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പായസത്തിൽ കണ്ടി മുന്തിരിയൊക്കെ വറുത്തിട്ട് പായസം അവിടെ സെറ്റാക്കി വെച്ചേക്കണം. പിന്നെ അതുപോലെ ഈ കുഞ്ഞു വള്ളിയൊക്കെ പോയി കുഞ്ഞിൻ്റെ ഒക്കെ തന്നെ ഇഷ്യൂ ഇറങ്ങി കേട്ടോ. ഇഷ്യൂ അമ്മമാനോട് പറയാം. അപ്പം അമ്മ അവൻ്റെ കന്തൂറ നോക്കുകയാണ്. കന്തൂറ ചെറിയ ഞങ്ങൾ വന്നപ്പോൾ കൊടുന്നതേനു കേട്ടോ. അപ്പോൾ അവന് കന്തൂറ ഇട്ടണം. അവന് പാൻറ്റും കുപ്പായൊക്കെ എടുത്തേക്കണം. പക്ഷേങ്കിലും അവന് കന്തൂറ മതിയാണെങ്ങാണ്ട് പെരുന്നാൾക്ക് കന്തൂറാണ് ഇട്ടത്. അപ്പോൾ പിന്നെ അവിടെ ചോറ്റിനുള്ള വെള്ളം തളിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം അരി കഴുകി വെച്ചിട്ടാണ്ട് ചോറ്റിന് വെള്ളം വെച്ചേക്ക് ഉപ്പിട്ടു. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞാൽ അരി പെട്ടെന്ന് ഒട്ടൂല അറിയട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞക്കാണ്ട് അരി ഇട്ടു കേട്ടോ. ഇനി അത് തളിച്ചുകാണ്ട് ഊറ്റണം. ഇനി അത് തളിച്ച് ഊറ്റുന്ന പണിയും കൂടെ ഉള്ളൂ. പണിയൊന്നും വരില്ല, പെട്ടെന്ന് തീരും. പക്ഷേങ്കിൽ ഈ അടുപ്പത്ത് വലിയ ചമ്പട്ടില്ല, തളിച്ച് കിട്ടാനൊരു പ്രയാസം കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ചോറ് ഊറ്റി അടുപ്പത്ത് തന്നെ ഞാൻ ഈ ചിക്കൻ്റെ ചട്ടി വെച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് കത്തി ഇങ്ങോട്ട് പൊന്തണില്ല. അപ്പോൾ ഈ ചെറുടച്ചിട്ട് പിന്നെ ഗ്യാസ് വെക്കാൻ എടുത്ത് വെച്ചു.
അങ്ങനെ ഇപ്പോൾ ആ കണ്ട് കുടുക്കിയിലെ പായസം സ്റ്റേഷനിൽ കൊടുത്ത് വെച്ചതിൻ്റെ ബാക്കി ഞാൻ കുടുക്കിക്ക് പറഞ്ഞു വെച്ചിട്ട് ചെമ്പട്ടിയൊക്കെ കേക്ക് വെക്കുകയാണ് കേട്ടോ. കുറച്ച് പാത്രമൊക്കെ വേഗം കേക്ക് വെച്ചാൽ പിന്നെ ഇനി തോനുണ്ടാവില്ലല്ലോ, പിന്നെ ചോറ് തന്നെ പാത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കണ്ട അവിടെ പായസം പാർന്ന് കൊടുക്കണ വീഡിയോസ് ഓലെടുത്തതാട്ടോ. അതൊരു രസത്തിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ഈ കണ്ടില്ലേ ഈ കൊടുക്കുമ്പോൾ ആ സ്റ്റിക്കർ വരുന്നത് അതുപോലെ സ്റ്റേഷനിലേക്ക് ഒരു കുടുക്കിയിലായിട്ട് കൊണ്ടുപോകല്. അവർക്കൊക്കെ കുടുക്കൊക്കെ ഒരു കൊടുക്ക കൊണ്ടുപോകും. ഓല് 30 ആൾക്കാരൊക്കെയാണ് സ്റ്റേഷനിൽ ഉണ്ടാക്കുക. അധികം 25-30 ഉള്ളിൽ ഒക്കെയാണ് ആൾക്കാരുണ്ടാകുക. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കി ചെമ്പട്ടിയും ഒരു പായസം കൊണ്ടുപോയി കുറഞ്ഞ ചെമ്പട്ടിയാളും കുടുക്കിയും ഒക്കെ അവിടെ മോരൊക്കെ ഇത് മോരച്ചാൽ പിന്നെ ഇനി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ പണി കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ തിരക്കുള്ള പണി കഴിഞ്ഞും ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ഇതും കൂടി അങ്ങോട്ട് കേക്ക് പിന്നെ ആകം വെള്ളം പറന്ന് പഠിച്ചാലാട്ടോ. ഞാൻ ഇവിടെ വർക്ക് ഏരിയ അല്ലേ, 2 ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താട്ടും ഇവിടെ വെള്ളം പറന്ന് പഠിച്ചു. എന്നിട്ട് പിന്നെ പഠിച്ചതിന് ശേഷം പിന്നെ ആ കോലുകൊണ്ട് വന്നിട്ട് വീസും ചെയ്യും. അപ്പോൾ നല്ല വൃത്തിയാവും. അല്ലെങ്കിൽ ഇവിടെ ഈ അകണ്ടല്ലോ തുടച്ചാലും എന്താ പറയുക വെള്ളം പറന്ന് പഠിച്ചാലൊക്കെ നല്ല വൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷുവിന് പായസം വേണം പറഞ്ഞാണ്ട് ഓന് പായസം കൊടുത്ത് ഇതിപ്പോൾ എന്താ കോപ്പിയിൽ എഴുതുങ്ങൾ ഓന് ഏലക്കായ ടേസ്റ്റല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഓനൊരു കോപ്പ വേഗം ഏലക്കായ ഇടാതെ എടുത്ത് വെച്ചേനും. അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഏലക്കായ ഇടാതെ ഞാൻ ഓന് വേറെ എടുത്ത് വെച്ചതേനും. അപ്പോൾ ഓന് ഈ ക്ലാസ്സിൽ കുറുക്കിന്ന് എടുക്കുന്നത് കുഞ്ഞൂനാണ് കേട്ടോ. കുഞ്ഞൂന് കൊണ്ടേ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇതിവിടെ അകന്നോർക്കലും കഴിഞ്ഞാണ് ഞാൻ കുളിച്ചാൻ പോയിട്ടോ. അപ്പോൾ പിന്നെ ഓല് ചോറ് കുത്തുന്നുണ്ട്. ഓലപ്പോക്ക് വന്നേ. മറ്റേ സാധാരണ ഞാൻ ചോറൊക്കെ കുത്തി നേരാക്കിയിട്ടാണ് ഓല് വരല്. പക്ഷെ ഇപ്രാവശ്യം ഓല് നേരത്തെ അല്ല, ഓല് സാധാരണ നേരത്തെ തന്നെ വന്നത്. പക്ഷേ എനിക്ക് നേരം വൈകിയതെന്ന് വെച്ചാൽ ഈ വ്ളോഗ് എടുക്കണ കാരണം മക്കളെ ഞാൻ അങ്ങനെ വിചാരിക്കുക ഈ വ്ളോഗ് എടുക്കണ പോലെ സമയം കണ്ട് മലപ്പുറം താത്താനൊക്കെ ഞാൻ 100 വട്ടം പൂട്ട് പൂജിക്കണം. റബ്ബേ എന്തോ ഒരു പേരാണെന്ന് ഈ വ്ളോഗ് എടുക്കാൻ. ഞാൻ ഒരു വ്ളോഗ് എടുത്ത് കഴിഞ്ഞ് കണ്ടിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ എന്തോ ഒരു പേര ഒരു ദിവസത്തെ മെനക്കെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.